ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓണപരീക്ഷയിൽ നമ്മുടെ 4th ചാപ്റ്റർ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2023 ചോദിച്ചിട്ടുള്ള ഓണപരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓണപരീക്ഷയുടെ PYQ ഡിസ്കഷൻ്റെ ലാസ്റ്റ് വീഡിയോ ആണത്. നമ്മൾ 2019, 2022, 2023 ഓക്കെ 2020-ലും 2021-ലും കൊറോണ കാരണം നമുക്ക് ഓണപരീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 3 വർഷങ്ങളുടെയും എല്ലാ ഓണപരീക്ഷകളുടെയും ചോദ്യ പേപ്പറുകൾ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അരിത്തമെറ്റിക് പ്രോഗ്രഷന്, സർക്കിൾസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം, അതേപോലെ തന്നെ ഇപ്പോൾ 4ാമത്തെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യങ്ങൾ. എല്ലാ വീഡിയോകളും ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളുടെ ലിങ്ക് പ്ലേലിസ്റ്റ് SSLC മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓണപരീക്ഷ കഴിഞ്ഞ് പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നല്ല മാർക്ക് നമ്മളുടെ പേപ്പറിൽ കാണണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും അഥവാ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇഫ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 2 meter, its area become 81 square meter. What is the length of the side of the original square? ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 2 മീറ്റർ വീതം കൂട്ടിയപ്പോൾ പരപ്പളവ് 81 ചതുരശ്ര മീറ്റർ ആയി. ശരിക്കുള്ള സമചതുരത്തിന്റെ നീളം എത്രയെന്നാണ്. ഓക്കെ, അപ്പൊ ശരിക്കുള്ള സമചതുരത്തിന്റെ നീളത്തിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ ശരിക്കുള്ള സമചതുരം ഞാൻ ജസ്റ്റ് റഫ് ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കുള്ള ഒരു സമചതുരം ഉണ്ട്, അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് ആണ്. ആ എക്സുകൾ 2 മീറ്റർ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു സമചതുരം വരച്ചു. അപ്പൊ അതിൻ്റെ ലെങ്ത് എത്രയാ, x+2 ആണ്. ഓക്കെ, ആ ഏരിയയാണ് നമുക്ക് 81 തന്നിട്ടുള്ളത്, ഈ വലിയ സമചതുരത്തിന്റെ ഏരിയ. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് സ്ക്വയർ ഇൻക്രീസ്ഡ് ബൈ 2 മീറ്റർ എന്നാണ്. അപ്പോൾ x+2 ഏരിയ, സ്ക്വയറിന്റെ ഏരിയ എന്താണ്, a² ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ ഒരു വശത്തിന്റെ നീളം അത് x+2. അപ്പോൾ x+2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81. സ്ക്വയർ കളയാൻ നമ്മൾ റൂട്ട് എടുത്തു. 81ന്റെ റൂട്ട് എത്രയാണ്, 9 ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് എടുക്കുന്നില്ല കേട്ടോ, കാരണം സൈഡ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നില്ല. ഇനി ഈ +2 ഇപ്പുറം വരുമ്പോൾ എന്താവും, -2 ആവും. അപ്പോൾ x = 9 - 2 x = 7. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ്, 7. ഓക്കെ, 7 മീറ്റർ കേട്ടോ, 7 മീറ്റർ. അപ്പോൾ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു സൈഡ് എത്ര കിട്ടി, 7 മീറ്റർ. ഓക്കെ ആണല്ലോ, 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. 8ന്റെ അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം 384 ആണ്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് എ നമ്പർ as x. സംഖ്യയെ x എന്ന് എടുത്ത് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. എന്നെടുത്ത് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. വാട്ട് ആർ ദ നമ്പേഴ്സ്, സംഖ്യകൾ ഏതെല്ലാം. 3 മാർക്കിന് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 അഥവാ അടുത്തടുത്ത 8ന്റെ ഗുണിതങ്ങൾ. അടുത്തടുത്ത, അതിന്റെ മലയാളം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എന്താണ് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത്, അടുത്തടുത്ത 8ന്റെ ഗുണിതങ്ങൾ. ഒന്ന് x ആണെന്നുണ്ടെങ്കിൽ മറ്റേത് എന്തായിരിക്കും, അതിലേക്ക് 8 കൂട്ടുക. ഇപ്പൊ അടുത്തടുത്ത 6ന്റെ ഗുണിതങ്ങൾ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണെന്നുണ്ടെങ്കിലോ, ഒന്ന് x ആണെന്നുണ്ടെങ്കിൽ മറ്റേതെന്തായിരിക്കും, x+6 ആയിരിക്കും. ഓക്കെ, എന്തിന്റെ മൾട്ടിപ്പിൾ ആണോ അത് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ x × x+8 ഗുണനഫലാണല്ലോ, മൾട്ടിപ്പിൾ ആണല്ലോ, പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ അത് രണ്ടും ഗുണിച്ചു. x × x x², x × 8 8x = 384. അപ്പോൾ x² + 8x = 384 എന്ന് കിട്ടും. ഇത് നമ്മളുടെ ഇക്വേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ഏത് ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ ആണ് നോക്കേണ്ടത് കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്വയർ കംപ്ലീഷൻ തന്നെ ചെയ്യുക. എനിക്ക് തോന്നുന്നത് അതാണ് നമുക്ക് ഒന്നുകൂടിയും ബെറ്റർ ആയിട്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ -b + or -√b² - 4ac/2a എന്ന് പറയുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അതാകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ എന്താണ് സ്ക്വയർ കംപ്ലീഷൻ, എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. ഈ 384ലേക്ക് ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ. 384ലേക്ക് എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ കൂട്ടണം. അപ്പൊ 384ക്ക് ഞാൻ എന്ത് ചെയ്തു, എക്സിന്റെ കൂടെയുള്ള സംഖ്യ 8 ആണല്ലോ, അതിന്റെ പകുതി 4 ആണ്, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്തു 16.
6 4 10ക്ക് 0 ഇഷ്ടം 1, 8 1 9 10ക്ക് 0 ഇഷ്ടം 1, 3 1 4, 400 കിട്ടുക. 400 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ആണ് സുഖം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്തു. 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇനി ഇതിനെ ഞാൻ എങ്ങനെ ചുരുക്കി എഴുതിയെന്ന് അറിയോ, എക്സ് സ്ക്വയറിന്ന് എക്സ് എടുത്തു, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, 4 സ്ക്വയറിന്ന് 4 എടുത്തു, അതായത് എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി, എന്നിട്ട് ഒരു ഹോൾ സ്ക്വയർ കൊടുത്തു. കാരണം ഇതിന്റെ എക്സ്പാൻഷൻ ആണിത്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൽ. എങ്ങനെയാ, എക്സ് സ്ക്വയറിന്ന് എക്സ് എടുത്തു, 4 സ്ക്വയറിന്ന് 4 എന്നിട്ട് ഹോൾ സ്ക്വയർ. 354 പ്ലസ് 16 എത്ര കിട്ടും, 400. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. 400ന്റെ റൂട്ട് എത്രയാ, പ്ലസ് ഓർ മൈനസ് എടുക്കണം കേട്ടോ. രണ്ട് നമ്പറാണ്, ഇവിടെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ നെഗറ്റീവ് വന്നിരുത്തി കുഴപ്പമില്ല. പ്ലസ് ഓർ മൈനസ് 400 എന്നാണ് നമുക്ക് പെട്ടെന്ന് പറയാം. 400 റൂട്ട് എത്രയാണ്, 20 ആണ് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 20 എന്ന് കിട്ടും. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എക്സ് പ്ലസ് 4 ഈക്വൽ ടു 20 അല്ലെങ്കിൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 20. ഈ പ്ലസ് 4 ഇപ്പം വരുമ്പോൾ എന്താവും, മൈനസ് 4 ആവും. അപ്പൊ 20 മൈനസ് 4 അല്ലെങ്കിൽ മൈനസ് 20 മൈനസ് 4 എത്രയാ, 20 4 പോയാൽ 16 കിട്ടും, അല്ലെങ്കിൽ മൈനസ് 24. ഓക്കെ, ഇനി എക്സ് 16 ആണെന്നുണ്ടെങ്കിൽ മറ്റെന്തായിരിക്കും, 16 പ്ലസ് 8 അല്ലെ. 16ക്ക് 8 കൂട്ടിയാൽ 8 10 6 16 4 24 വരും. ഇനി മൈനസ് 24 ആണെന്നുണ്ടെങ്കിലോ, മൈനസ് 24ലേക്ക് 8 ആണ് കൂട്ടേണ്ടത് കേട്ടോ മക്കളെ. മൈനസ് 24ലേക്ക് 8 കൂട്ടണം. അപ്പൊ എന്ത് ചെയ്യണം, വലുതിൽ നിന്നും ചെറുത് കുറക്കണം. 24 8 പോയാൽ എത്രയാണ്, 16. വലുതിന്റെ ചിഹ്നം എത്രയാ, മൈനസ്. കണ്ട, മൈനസ് 24 മൈനസ് 16. രണ്ട് നമ്പർ എടുക്കാൻ പറ്റും. നമ്മുടെ അധിക സംഖ്യ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. കാരണം 16 × 24 ചെയ്താലും മൈനസ് 16 × മൈനസ് 24 ചെയ്താലും ആൻസർ എന്താണ്, സെയിം ആണ്. രണ്ട് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ എന്താവും, പോസിറ്റീവ്. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ മറക്കണ്ട. അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 24 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 35 സ്ക്വയർ സെന്റിമീറ്റർ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആണ്, പരപ്പളവ് 35 ചതുരശ്ര സെന്റിമീറ്റർ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. നീളം പ്ലസ് വീതി കാണണം. ലെങ്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് വീതി എത്രയാണെന്ന് കാണണം. ഒരു രണ്ടാംകൃതി സമവാക്യം ഉണ്ടാക്കിയിട്ട് നീളവും വീതിയും കാണണം. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ 24 ആണ്. എത്രയാണോ പെരിമീറ്റർ അതിന്റെ പകുതി ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ എത്രയാ, 12. കാരണം എന്താ പറയുക, ഞാൻ പെട്ടെന്ന് എഴുതിക്കാണ് ഇക്വേഷൻ എഴുതിയില്ല, അവിടെ ശ്രദ്ധിച്ചോട്ടോ. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താ, 2 × L + B ആണ്, ഈക്വൽ ടു എത്രയാ, 24. ഇതിന്ന് L + B കാണാൻ ഈ 2നെ അപ്പുറം കൊടുന്നാൽ പോരെ. അപ്പൊ 2 ഇവിടെ ഗുണിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും, ഹരിക്കാനാവും. അപ്പൊ 24/2 എത്രയാ, 12. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നാൽ അവിടെ നീളവും വീതിയും കൂട്ടിയാൽ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ നേരെ പകുതി. ഓക്കെ, ഇനി ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 12 ആണ്. അപ്പൊ 1 എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ എന്തായിരിക്കും, ആ ടോട്ടൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ 12 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ഒരു രണ്ടാമത്തെ സമവാക്യം എടുക്കണം. അതിന് ഏരിയ 35 തന്നിക്കണം അല്ലെ. ഏരിയ എത്രയാ, 35 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിക്കണതല്ലേ ഏരിയ അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ്, എക്സ് ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്, 12 മൈനസ് എക്സ് ആണ്. ഇനി ഇതിനുള്ളിലേക്ക് കൊടുക്കുക കേട്ടോ. എക്സ് ഇൻറ്റു 12 12x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 35. അപ്പം ഞാൻ ആദ്യം എക്സ് സ്ക്വയർ ചെയ്ത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 12x ഈക്വൽ ടു 35. ഈ എക്സ് സ്ക്വയറിനെ ഞാൻ പോസിറ്റീവ് ആക്കുകയാണേ. അപ്പോൾ ഇത് പ്ലസ് ആകും, ഇത് മൈനസ് ആകും, ഇതും മൈനസ് ആകും. ഇനി സ്ക്വയർ കംപ്ലീഷൻ പറ്റുമോ നോക്കുകയാണേ. ഇവിടെ എവിടെ പേന എവിടെയാണ്, ഇവിടെ മൈനസ് 35 ആണ് കേട്ടോ. ആ മൈനസ് 35ലോട്ട് 12ന്റെ പകുതി, 12ന്റെ പകുതി എത്രയാ, 6. 6ന്റെ സ്ക്വയർ എത്രയാ, 36. അപ്പൊ 36 35 പോയാൽ 1 അല്ലേ, അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ. ഓക്കെ, എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. എങ്ങനെയാ, എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സിന്റെ കൂടെ 12, അതിന്റെ പകുതി 6. 6ന്റെ സ്ക്വയർ രണ്ട് ഭാഗം. ഇനി എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് എടുക്കണം, 6ന്റെ സ്ക്വയറിൽ നിന്നും 6 എടുക്കണം. ഇവിടെ മൈനസ് ആയതുകൊണ്ട് എക്സ് മൈനസ് 6 കേട്ടോ. എക്സ് സ്ക്വയറിന്ന് എക്സ് മൈനസ് ആയതുകൊണ്ട് മൈനസ്, 6ന്റെ സ്ക്വയർ 6 എന്നിട്ട് ഒരു ഹോൾ സ്ക്വയർ. മൈനസ് 35 പ്ലസ് 6ന്റെ സ്ക്വയർ എത്രയാ, 36. 36 35 പോയാൽ എത്രയാ, 1. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. ഓക്കെ, 1ന്റെ റൂട്ട് എന്ത് തന്നെയാ, 1 തന്നെയാണ്. ഈ മൈനസ് 6 അപ്പുറം പോകുമ്പോൾ എന്താവും, പ്ലസ് 6 ആവും. 6ക്ക് 1 കൂട്ടിയാൽ 7. ഓക്കെ, അപ്പൊ ലെങ്ത് 7 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, 12 മൈനസ് 7. ഓക്കെ, 5 വരും. കാരണം 12 മൈനസ് എക്സ് അല്ലേ.
കണ്ടോ 12 മൈനസ് എക്സ് ആണല്ലോ ഇവിടെ അടുത്ത് ഇവിടെ എവിടെ 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 ദാദാ 12 മൈനസ് എക്സ്. അപ്പോൾ 12 7 പോയ 5. ഓക്കെ. Then last one, the sum of perimeter and area of a square is 221. ഒരു സമചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും കൂട്ടിയാൽ 221 കിട്ടും. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് എ സൈഡ് as x ആൻഡ് ഒരു വശം x എന്നെടുത്ത് ഒരു രണ്ടാംകൃതി സമവാക്യം ഉണ്ടാക്കുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്? ഒരു വശത്തിന്റെ നീളം കണക്കാക്കുക. സമചതുരത്തിന്റെ പരപ്പളവും കാണുക. അപ്പോൾ മക്കളെ പെരിമീറ്ററും ഏരിയയും കൂടി കൂട്ടിയാൽ 221 കിട്ടും. പെരിമീറ്റർ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താ സമചതുരത്തിന്റെ? 4a. എന്താ ഏരിയ? എ സ്ക്വയർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. അപ്പോൾ 4x അഥവാ എനെ ഒരു സൈഡിനെ എക്സ് എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിനെ എക്സ് എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടേക്കിംഗ് സൈഡ് as x, സൈഡ് as x, സൈഡ് as x. ഓക്കെ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എക്സ് വരും 4x. ഇനി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ആണ്, സൈഡ് എക്സ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ. ഇത് രണ്ടും ആഡ് ചെയ്താൽ 221 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 221. ഒരു രണ്ടാംകൃതി സമവാക്യം ആയില്ലേ. ഇനി ലെങ്ത് കാണണം മക്കളെ. ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാം, പേന എവിടെ? നമ്മളെ പേന ഇടയ്ക്കിടയ്ക്ക് പേനനെ കാണാതെ കിട്ടി. 221ക്ക് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയായ 4ൻ്റെ പകുതിയായ 2 അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ 225 കിട്ടും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 15ൻ്റെ സ്ക്വയർ ആണ് 225. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ പറ്റും. സ്ക്വയർ കംപ്ലീഷൻ രണ്ട് ഭാഗത്തും കൊടുത്തു. എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കും, 2 സ്ക്വയർ എന്ന് 2 എടുക്കും. ഇവിടെ പ്ലസ് ആണ്. അപ്പൊ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 221 പ്ലസ് 4 225. സ്ക്വയർ കളയാൻ റൂട്ട് എടുത്തു. 225ന്റെ റൂട്ട് എത്രയാണ്? അത് നമുക്കറിയാവുന്നതാണ്. എത്രയാ? 15. 15ന്റെ സ്ക്വയർ ആണ് 225. അപ്പൊ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 15 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 15 മൈനസ് 2 13. അപ്പൊ സമചതുരത്തിന്റെ ഒരു സൈഡ് എത്രയാണ്? 13 ആണ്. ഓക്കെ. ഇനി കാൽക്കുലേറ്റ് ദ ഏരിയ എന്നാണ്. ഒരു സൈഡ് 13 ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്താണ്? സൈഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 13ന്റെ സ്ക്വയർ 169. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഇത്രയാണ് മക്കളെ ഈ പാഠഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ 2019, 2023, 2022, 2020 ഈ 3 വർഷങ്ങളിലുള്ള ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷൻ നമ്മൾ ഇതോട് കൂടിയിട്ട് പൂർത്തിയാക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത നാളെ മുതൽ നമ്മളുടെ 5ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പെട്ടെന്ന് ചാപ്റ്റർ തീർത്തുകൊണ്ട് നമ്മളുടെ ഓരോ എക്സാമിൻ്റെയും റിവിഷൻസും നമുക്ക് എന്ത് ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാം? നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ PYQ ക്വസ്റ്റ്യൻസിൻ്റെയും പ്ലേലിസ്റ്റ്, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2019, 2022, 2023 എല്ലാ ഓണ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ നമുക്ക് അതിലുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മാർക്കോടുകൂടി പാസ്സാകുക. ആൻഡ് ആഫ്റ്റർ ദ എക്സാം വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ. ഇനി നാളെ മുതൽ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ തുടങ്ങും. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഓരോ ക്ലാസ്സുകൾ, വീഡിയോകൾ കാണുക. അതിനുശേഷം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ, പിന്നെ പബ്ലിക് exam. Okay, so be ready and നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് മീൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. സോ see you soon. Till then, bye bye. Thank you for watching this video.